ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഹരിപ്പാടിങ് എടുക്കുമോ? ഹരിപ്പാടിനെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ ഹരിപ്പാടിൻ്റെ ഏറ്റവും വലിയ മാറാപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ MLA തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടുണ്ട്. കാരണം അദ്ദേഹം കേവലം ഒരു MLA മാത്രമല്ല, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, കേരളത്തിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായി ഇരുന്നയാളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 26-ാം വയസ്സ് മുതൽ അദ്ദേഹം മന്ത്രി പദവിയോ MLA പദവിയോ MP പദവിയോ ഒക്കെ അലങ്കരിക്കുന്ന ഒരാളാണ്. അതിൽ 25 വർഷം അദ്ദേഹം ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ഇവിടെ ചെയ്ത രീതിയൊക്കെ പറഞ്ഞു. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം, ഞാൻ വിശദമായി അദ്ദേഹം ഈ പണിത കെട്ടിടങ്ങളുടെയൊക്കെ വിവരങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് വികസനത്തെ പറ്റിയിട്ടുള്ള സങ്കല്പത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കെട്ടിടം പണിയുന്നതാണ് വികസനമെന്ന് വിചാരിച്ചാൽ അത് വലിയ വികസനമാണ്. പക്ഷെ കെട്ടിടം പണിയുന്നതല്ല വികസനം എന്നതാണ് നമ്മുടെ നയം. അതവിടെ നിൽക്കട്ടെ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ ഒരു DYSP ഓഫീസ് ഹരിപ്പാട് അനുവദിപ്പിക്കാൻ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടില്ല. ഇന്നും കായംകുളം DYSPയുടെ കീഴിലാണ് ഹരിപ്പാടിൻ്റെ ക്രമസമാധാനം പോകുന്നത്. 1. 2, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഹരിപ്പാട്ട് ഒന്ന് ഇറങ്ങിയാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ ഹരിപ്പാട് നഗരസഭയിൽ വന്നിറങ്ങുന്ന ഒരു മനുഷ്യന് ഒരു മൂത്രസംഘ തോന്നിയാൽ മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഇവിടെ എവിടെയുമില്ല. അപ്പോൾ അത് ഞാൻ തിരക്കിയപ്പോൾ സത്യമാണ്. പക്ഷെ അന്നേരമാണ് മറ്റൊരു കാര്യം മനസ്സിലായത്, ഹരിപ്പാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളമുണ്ടെങ്കിൽ അല്ലേ പെടുത്താ പോരെ. അപ്പോ 25 വർഷമായി ഒരു 4 തൂണയിൽ കോടികൾ മുടക്കി ഒരു വാട്ടർ ടാങ്ക് പണിതിട്ടേക്കുന്നു. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്കും സമീപ പ്രദേശത്തെ 3 പഞ്ചായത്തുകൾക്കും കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതിയാണ് അല്ലേ. ആദ്യം കുടിക്കാൻ വെള്ളം കൊടുത്ത് പെടുക്കാൻ അവസരം ഉണ്ടാക്കിയിട്ട് വികസനത്തെ പറ്റി പറയുമ്പോഴാണ് ഒരു വികസനം എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഇവിടെ സംവിധാനമില്ല. 1. പിന്നെ അദ്ദേഹം ആശുപത്രികളെ പറ്റി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ചു മറന്നു, ശരിയാണ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നിട്ടില്ല, കാരണം മറന്നു വെക്കാൻ അവിടെ കത്രിക പോലും ഇല്ല. സംശയിക്കരുത്. ഈ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടി 2 രോഗികൾ മരിച്ചിട്ട് അവരുടെ ചിത അടങ്ങിയിട്ടില്ല. ആ ചിതയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്, മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 2 നിരപരാധികളായ മനുഷ്യർ, അവരാകെ ചെയ്ത തെറ്റ് ഹരിപ്പാട്ട് സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസിന് വന്നു എന്നതാണ്. ഇതാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ ആകെയുള്ള സാക്ഷ്യം. ഇത് എത്ര വർഷത്തെയാണെന്നറിയോ? 25 വർഷത്തെ കണക്കെടുപ്പാണ്. 1-2 അല്ല, 25 വർഷം ഹരിപ്പാട്ടെ ജനത അദ്ദേഹത്തെ വിശ്വസിച്ചതിന് അദ്ദേഹം തിരികെ നൽകിയതാണ്. പിന്നെ നമ്മളുടെ തീരപ്രദേശങ്ങളുടെ അവസ്ഥ, എനിക്കൊന്ന് തീരപ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് തോന്നുക. ഇപ്പോൾ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കടലാക്രമണം പോലെയുള്ള എല്ലാ മൺസൂൺ കാലഘട്ടത്തിലും നമുക്കറിയാം കടലാക്രമണം എന്നുള്ളത് ഒരു സംഭവമാണ്. അത് സംഭവിക്കുമെന്ന് മഴ തുടങ്ങുമ്പോഴാണോ ഒരാൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഈ തീരപ്രദേശത്തിൽ ഇങ്ങനെ സംഭവിക്കും, അവരെ മാറ്റിപ്പാർപ്പിക്കുന്നില്ലേ എന്ന്. ഞാനത് ചോദിച്ചു, ഇത് മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യന് ജീവഭയം ഉണ്ടെങ്കിൽ അവർ ഓടിപ്പോക്കോളും സർ. അതിനൊരു സർക്കാരിൻ്റെ MLAയുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ പൊഴിയൂരിനപ്പുറത്ത് നമ്മൾ ചെന്നാൽ കാണുന്ന ഒരു കാഴ്ച ഞാൻ ഇന്നലെയും പറഞ്ഞു. കേരള തീരങ്ങൾ മുഴുവൻ കടലെടുത്ത് നശിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് നോക്കാമെങ്കിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. തമിഴ്നാടിൻ്റെ തീരപ്രദേശം വളരെ മനോഹരമായി അവർ കടൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഒരു കടലാക്രമണവും ഇല്ല. ഇപ്പൊ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഇത് സംഭവിക്കുന്നതിന് കാരണം ഇത് കോടികളുടെ, 100 കണക്കിന് കോടിയുടെ വ്യവസായമാണ് കടലിൽ കല്ലിടുക എന്നുള്ളത്. നമ്മൾ കടലിൽ കായം കലക്കുക എന്നൊരു ചൊല്ല് നമ്മുടെ മലയാളത്തിലുണ്ട്. അതിൻ്റെ മറ്റൊരു രാഷ്ട്രീയമായ വശമാണ് കടലിൽ കല്ലിടുക. എത്ര ലോഡ് ഇട്ടു, എവിടെ ഇട്ടു, ആർക്കും അറിയില്ല. എവറി ഇയർ കൊണ്ടിടുകയാണ്. ഇതാണോ ശാസ്ത്രീയമായ പരിഷ്കാരം? വർഷവും മൺസൂൺ കാലഘട്ടത്തിൽ കടലാക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. MLA വരുന്നു, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു, കഴിഞ്ഞു.
പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാം, മരണം പെട്ടാൽ മരണക്കാരുടെ വീടുകൾ സന്ദർശിക്കാം, റീത്ത് വെക്കാം. എന്തൊക്കെ അവസരമാണ് MLA-ക്ക് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു അത്തരം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അദ്ദേഹം ഇതിനകത്തൊന്നും പരിഹാരം കാണാത്തത് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഒരു ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന മിനിമം എന്താ? പാലം പണിയലാണോ? അതാണോ ഭരണാധികാരിയുടെ ബേസിക് ചുമതല? റോഡ് പണിയലാണോ? ഇതൊക്കെ നാച്ചുറലായി നടക്കേണ്ടതാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. കാരണം ഒരു പുഴയുണ്ടായാൽ ആ പുഴയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് പോകണമെന്നൊരു ആവശ്യമുണ്ടായാൽ അവിടെ നാച്ചുറലി ഒരു പാലം വരണം. അതിന് ഒരു എഞ്ചിനീയർ വിചാരിച്ചാൽ മതി. അതിന് വലിയ ഭരണാധികാരിയും വലിയ അഡ്മിനിസ്ട്രേറ്ററും ഒന്നും ആകേണ്ടതില്ല. അപ്പൊ ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കട. എനിക്ക് BJP പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രമേശ് ചെന്നിത്തല സാർ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ഒരു DYSP ഓഫീസ് കൊണ്ടുവന്നില്ല. എൻ്റെ ഒരു അറിവിൽ DYSP ഓഫീസ് അനുവദിക്കുന്നത് ഒരു പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെയും ജനങ്ങളുടെയും ഒരു ജനസംഖ്യ അനുപാതത്തിലാണ്. അദ്ദേഹം ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരു നേതാവാണ്. ഹരിപ്പാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ഫയർഫോഴ്സാണ്. ആ ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ DYSP ഓഫീസ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ ജനസംഖ്യാ അനുപാതത്തിൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതറിയാതെയൊന്നുമല്ല അങ്ങ് ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആരോപണം വന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ആളാണ് രമേശ് ചെന്നിത്തല. അത് അട്ടിമറിച്ചതാരാണ്? എന്റെ മാസ്റ്റർ പ്ലാൻ. നല്ല രസം. DSP ഓഫീസ് വേണ്ട. അല്ല, ഹരിപ്പാട്ട് കൂടുതൽ തീപിടുത്തം നടക്കുന്നതുകൊണ്ടായിരിക്കും ഫയർഫോഴ്സ്. എനിക്കറിയില്ല രമേശ് ചെന്നിത്തല എവിടെയാണ്. അപ്പോ ഹരിപ്പാട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. മറുപടി പറയട്ടെ. ചോദ്യം ചോദിച്ചു, ചോദ്യത്തിന് മറുപടി വേണ്ടേ? അല്ല, നിങ്ങൾ കേൾക്കില്ല. ചോദ്യത്തിന് മറുപടി വേണ്ടേ? ചോദ്യത്തിന് മറുപടി വേണോ? ചോദ്യത്തിന് മറുപടി വേണോ? അല്ല, മറുപടി വേണോ? ശരി. ചോദ്യത്തിന് മറുപടി. അല്ല, അങ്ങ് പറഞ്ഞ ലോജിക്ക് പോലെ ചേട്ടങ്ങ് വാ. അങ്ങ് പറഞ്ഞ ലോജിക്ക് ഞാൻ കടമെടുത്തോണ്ട് തിരിച്ചു പറയാം. ഇപ്പൊ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് DYSP ഓഫീസ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുന്നത്. തർക്കമില്ലല്ലോ. ഹരിപ്പാട് മുനിസിപ്പാലിറ്റി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് ഇന്ന് ഞാൻ പോകുന്ന കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനം 86ആണ്. ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 86ാമത് റാങ്കാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്കുള്ളത്. അല്ലത് കേൾക്കൂ. അപ്പോ ഇതൊരു ഗ്രാമപഞ്ചായത്തിന്റെ സ്വഭാവമുള്ള നികുതി വളരെ കുറഞ്ഞിരുന്ന ഒരു പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയാക്കി ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം ഏർപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കൊണ്ട് ഏത് മനുഷ്യൻ എന്ത് പ്രയോജനമാണ് സാർ ഉണ്ടായത്? ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ സാധനം. ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ പെർഫോമൻസ് ഓഡിറ്റ് മുഴുവൻ വായിച്ച ഒരാളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 100 കണക്കിന് കോടി രൂപ ലാപ്സ് ആക്കിയ ഒരു ഭരണസമിതിയാണ് നിങ്ങളുടെ ഭരണസമിതി. അങ്ങൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, എനിക്കറിയില്ല CPM ആണോ കോൺഗ്രസ് ആണോ എന്ന്, 100 കണക്കിന് കോടി രൂപയാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കേന്ദ്ര പദ്ധതികളടക്കം പാഴാക്കി കളഞ്ഞത്. ABC പദ്ധതി, ആനിമൽ ബർത്ത് കൺട്രോൾ, ഹരിപ്പാട് നഗരസഭയിൽ അട്ടിമറിക്കപ്പെട്ടു. ശുചിത്വം, ഹരിപ്പാട് നഗരസഭയിൽ പദ്ധതി നടപ്പായിട്ടില്ല. കിടപ്പ് രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം പോലും അടിച്ചു മാറ്റിയവരാണ് ഹരിപ്പാട് നഗരസഭ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ വികസനത്തിന്റെ വായ്ത്താളമൊന്നും വേണ്ട. ഹരിപ്പാട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ പറയട്ടെ. തീരദേശം പറഞ്ഞു. തീരദേശം എന്ന് പറയുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. നാളിതുവരെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നിട്ട് തീരദേശത്ത് കല്ലിടാൻ 1 രൂപ ചില്ലിക്കാശ് അനുവദിച്ചിട്ടില്ല. ഹരിപ്പാട്ട് മാത്രമല്ല, കേരളത്തിൽ ആകെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശേഷത്തിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പറയാം. ഈ തീരദേശം എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ള ഏർപ്പാടല്ല സർ.
ആലപ്പുഴ ഹരിപ്പാട് മാത്രമുള്ള ഏർപ്പാടുമല്ല. ഒരു മിനിറ്റ്. അപ്പൊ തീരദേശവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ സമർപ്പിക്കാനുള്ള ബാധ്യത സ്ഥലം എം പിയുടേതാണ്. സ്ഥലം എം പിക്ക് എന്താ പണി? ചോദ്യത്തിന് മറുപടി പറയട്ടെ. സ്ഥലം എം പിക്ക് എന്താ പണി? തീരദേശ മേഖലയിൽ പദ്ധതികൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അപ്പൊ തീരദേശത്ത് പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ സ്ഥലം എം പി പദ്ധതി കൊടുക്കണം. അല്ലാതെ GPS വെച്ച് കണ്ടുപിടിക്കുന്ന പണി നരേന്ദ്രമോദി സർക്കാരിനില്ല. നിവർത്തിയിട്ടുണ്ടല്ലേ രാമേട്ട? 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. ഞാനും പ്രിയപ്പെട്ട സന്ദീപ് ബച്ചസ്പതിയും കൂടെ ഈ വാട്ടർ ടാങ്ക് പോയി സന്ദർശിച്ചിരുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം അങ്ങേക്ക്? അത് തീ പിടിച്ച് നാശമായി ഇനി ഒരു കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ പൈപ്പുകളും കത്തി നശിച്ചിരിക്കുക. ശരിയാണോ ദീപു? ദീപു രമേശ് ചെന്നിത്തലയാണോ പൈപ്പ് കത്തിച്ചത്? ശരിയാണോ? അല്ലല്ലോ. രമേശ് ചെന്നിത്തല ആര് കത്തിച്ചു? ആര് കത്തിച്ചു? ആര് കത്തിച്ചു? അതുമായി ബന്ധപ്പെട്ട് പോലീസാണ് അത് കേസെടുക്കേണ്ടത്. ആരാ കത്തിച്ചത്? പോലീസ് നിഷ്ക്രിയമാണ്. പോലീസുകാർ പോലും നാട് നീളെ നടന്ന് അടിമേടിക്കുക. പിന്നെ എങ്ങനെയാണ് പൈപ്പ് കത്തിച്ചവരെ പിടിക്കുന്നത്? ഇതിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയുഷ്മാൻ വയോവന്ദൻ കാർഡ് അപ്ലൈ ചെയ്തിരുന്നു. അത് കേരള സർക്കാരും ഡൽഹി സർക്കാരും മാത്രമാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഡൽഹി ഇപ്പം BJP ഭരിക്കുന്നതുകൊണ്ട് അവിടെ ആയിട്ടുണ്ട്. PM ശ്രീ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞു. PM ശ്രീ പദ്ധതി വേണമെന്നുള്ള തകിടം മറിക്കുമോ നിങ്ങൾ ചെയ്തത്? കേരളത്തിനകത്ത് കൊണ്ടുവരുന്ന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളാണെങ്കിൽ ദേശീയപാത വികസനം ഉൾപ്പെടെ വളരെ മാതൃകാപരമായി നടപ്പാക്കുന്നതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിൽ കേരളത്തിനകത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്കെല്ലാം ചികിത്സ സൗജന്യമാണ്. ഇപ്പോ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ സ്ഥിതി എന്താ? അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ ബേബി മെമ്മോറിയൽ പോലെയുള്ള, കിംസ് പോലെയുള്ള, ആസ്റ്റർ പോലെയുള്ള മെഡിക്കൽ കോളേജുകളുടെ ഭൂരിപക്ഷം ഷെയറുകളും വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ചെറിയ ചെറിയ പ്രശ്നമുണ്ടായി എന്നതിന്റെ പേരിൽ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളുടെ എണ്ണം ദേശീയ ശരാശരി 30 പേരാണെങ്കിൽ കേരളത്തിനകത്ത് അത് 6 ആളുകളാണ്. ശിശു മരണ നിരക്ക് അമേരിക്ക എന്ന വികസിത രാജ്യത്തെക്കാൾ മുകളിലാണ് കേരളത്തിന്റെ നിരക്ക്. ആരോഗ്യ മേഖല വളരെ മാതൃകാപരമായിട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ? പിണറായി എന്തിനാ അമേരിക്കയിലോട്ട് പോകുന്നത്? ചികിത്സ നേടാൻ. കേരളത്തിനകത്ത് ഇവിടെ എല്ലാം നമ്പർ 1 ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ടെക്നോളജികൾ വികസിക്കുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ടും തേടത്തില്ലേ? സോണിയാഗാന്ധി പോയില്ലേ ചികിത്സയ്ക്ക്? AK അങ്ങനെ പോയില്ലേ ചികിത്സ തേടാൻ? അതുപോലെയാണോ പിണറായി പോകുന്നത്? അമിത്ഷാ പോയില്ലേ ചികിത്സയ്ക്ക് തേടാൻ വേണ്ടി വിദേശത്ത്? പിണറായി വിജയൻ പോകുന്നതിന് മാത്രമാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കുറ്റം പറയാറില്ല. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ പറയണം? അതേ കാർഷിക പ്രശ്നമാണ് ഉന്നയിച്ചത്. അറിയണ്ടേ? അതേ മറുപടി പറയണ്ടേ? നിങ്ങൾ ചോദ്യം മാത്രം ചോദിച്ചാൽ മറുപടി വേണ്ടേ? ഞാനൊരു കാര്യം ഒരു മിനിറ്റ് ഇല്ല നിങ്ങൾ പരിപാടി മാന്യമായി നടത്തണം കേട്ടോ. പരിപാടി നിങ്ങൾ മാന്യമായി നടത്താനാണെങ്കിൽ മാത്രം മതി. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പറയണ്ടേ? BJPയുടെ പ്രവർത്തകരെ മറുപടി അറിയിക്കുക. അല്ലെ, ജനം TV ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ജനം TV എന്ന് പറയുന്ന BJPയുടെ ചാനൽ ഞങ്ങളെ വിളിച്ചു വരുത്തിയതിനാണോ? അല്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. മേടിച്ചിട്ടേ പോകും. ല്ലോ ഞാനായിട്ടുണ്ടാക്കിയതല്ലല്ലോ അടി. ഞാനായിട്ടുണ്ടാക്കിയതാണോ? അല്ല, അതാ പറഞ്ഞു. ഇപ്പൊ ശാന്തരാണ്. സംവാദം തുടരും. യെസ്, ഒരു മിനിറ്റ്. എന്തായാലും LDFന്റെയും UDFന്റെയും പ്രതിനിധികൾ പോയി, കുഴപ്പമില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഹരിപ്പാടുന്ന ഒരാൾ ജനവിധി തേടുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. യെസ്, പറയും എന്താ? എല്ലാവർക്കും കാര്യം പറയാനുള്ളത്, ഹരിപ്പാടിന്റെ രാഷ്ട്രീയം എന്താണ് എന്നാണ് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടത്. കോൺഗ്രസ്സുകാരൻ പിണങ്ങിപ്പോയപ്പോൾ CPMകാരനും പുറകെ അങ്ങ് പോയി. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് CPMനെ സ്പോൺസർ ചെയ്യുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ വലിയ തെളിവ് വേണം. കാരണം നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ളത്. അതല്ലേ നമ്മളിവിടെ കണ്ടത്. സത്യത്തിൽ എന്തിനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, വളരെ
ഹീറ്റഡ് ആയിട്ടാണ് സംസാരിക്കുക. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളിവിടെ വന്നത് ഹരിപ്പാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ്. സ്വാഭാവികമായും 25 വർഷമായി ഹരിപ്പാടിനെ പ്രതിനിധീകരിക്കുന്ന MLA-ക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ തൻ്റെ ഇടമില്ല എങ്കിൽ ദയവേത് ഇത്തരം ചർച്ചകൾക്ക് വരരുത്. വന്നാൽ മാന്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ വേണ്ട, ഉത്തരമില്ല, അതൊരു തെറ്റൊന്നുമില്ല. നമ്മളെല്ലാവരും സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടൊന്നുമല്ല വരുന്നത്. പക്ഷേ നമ്മൾ ഉത്തരമില്ല എങ്കിൽ ഉത്തരം പറയാം, ഉത്തരമില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കണം. എന്റെ അമ്മോ തൊലയ്ക്കും, അയാൾ എല്ലാം തൊലയ്ക്കും. സുഹൃത്തെ, ഗോകുവ വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ പേടിച്ചു ഗോകുവിളിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഗോകുവിളി കയ്യിൽ വെച്ചാൽ മതി. അത് കോൺഗ്രസ്സുകാരന്റെ അടുത്ത് വെച്ചാൽ മതി. നിങ്ങളെ ഗോകുവിളി ഇങ്ങോട്ട് വേണ്ട. ഞങ്ങളെ പേടിച്ചു പോയതൊന്നുമല്ല. ഞങ്ങൾ പേടിക്കില്ല, പേടിക്കില്ല കേട്ടോ, പേടിക്കില്ല കേട്ടോ. അതുകൊണ്ട് ആരും പേടിപ്പിക്കുന്നത് ഞങ്ങൾ പറയണ്ട കേട്ടോ. ഒരുത്തരം പേടിക്കില്ല ഞങ്ങള്, ഇവിടുത്തുകാരാ ഞങ്ങള്, ഹരിപ്പാട്ടുകാരല്ല. ആരും പേടിപ്പിക്കൊന്നും വേണ്ട. ജനം TV എന്ന് പറയുന്ന BJP-യുടെ ചാനല് വിളിച്ചിട്ട് ഞങ്ങൾ മാന്യമായി വന്നവരാ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് BJP-ക്കാരാ. മര്യാദ കാണിക്കണം, മര്യാദ, രാഷ്ട്രീയ മര്യാദ. സംസാരിക്കണം. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ രോമാഞ്ചത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ ജനസഭയിൽ ആദ്യം ആരാ ചോദിച്ചത്? ഇവിടെ കൂടിയിരിക്കുന്നവരെ രാഷ്ട്രീയം എനിക്കറിയില്ല. ചോദ്യത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട BJP-യുടെ സ്ഥാനാർത്ഥിയോടാണ്. ഇവിടെ ഹരിപ്പാട് കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു, കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഹരിപ്പാട് കുടിവെള്ള പദ്ധതി 530 കോടി രൂപ മുടക്കി ചെലവഴിച്ച പദ്ധതി മുല്ലശ്ശേരി കടവിൽ നിന്നും പമ്പയാറ്റിൽ നിന്നും കുടിവെള്ളം എടുക്കുന്നു. അവിടെ സമരം ചെയ്തത് അവിടുത്തെ BJP-യുടെ സംഘടനയാണ്. എന്നിട്ടാണോ ഇവിടെ കുടിവെള്ളത്തിനെ കുറിച്ച് കുറ്റം പറയുന്നത്? അതോടൊപ്പം തന്നെയാണ് ഇവിടെ തൊട്ടപ്പുറത്ത് 1/2 കിലോമീറ്റർ അപ്പുറത്ത് ദേശീയപാതയുടെ പണി നടക്കുന്നു. അരമണിക്കൂർ മുമ്പ് ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇതാണോ ഇത്? അതോടൊപ്പം തന്നെ അങ്ങ് പറയുന്നു ഇവിടെ കെട്ടിടവും മറ്റുള്ള കാര്യങ്ങളും മാത്രമല്ല വികസന പ്രവർത്തനമെന്ന്. നിങ്ങൾക്ക് MLA ഉണ്ടായിരുന്നല്ലോ ഇതിനു മുമ്പ് നേമത്ത്. അവിടെ എന്ത് വികസന പ്രവർത്തനം നിങ്ങൾ നടപ്പിലാക്കിയത്? അവിടെ BJP-യുടെ MP ഉണ്ടല്ലോ, സുരേഷ് ഗോപി. നാട്ടിലെ സാധാരണക്കാരനെ കണ്ടാൽ പുച്ഛിച്ച് മുന്നോട്ട് പോകുന്ന ഒരു MP-യാണ് നിങ്ങൾക്കുള്ളത്. രമേശ് ചെന്നിത്തല ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഹരിപ്പാടിന്റെ MLA-ആണ്. കഴിഞ്ഞ 6 തവണയായി ഇവിടെ നിന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് സന്ദീപ് മറുപടി. എന്ത് മറുപടി പറയാനാ? അത് ദേശീയപാത ഇടിഞ്ഞു വീഴുന്നു. വളരെ കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ 12 വർഷം കേന്ദ്രം ഞങ്ങൾ ഭരിക്കുന്നത്. 2 ഇവിടെ നേമത്തെന്ത് വികസനം എന്ന് ചോദിച്ചു. നേമത്തെ വികസനത്തിന്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നത്. പ്ലീസ് മറുപടി പറയട്ടെ. സന്ദീപ്, കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിരുന്നെങ്കിൽ കൂവി തോപ്പിക്കാൻ പറ്റരുത്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ. നിങ്ങൾ കൈയടിക്കൂ, ഒക്കെ ആവേശമൊക്കെ നല്ല. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്തോളൂ, ഇടയ്ക്ക് കയറി ചെയ്യാതിരിക്കും പ്ലീസ്. നമുക്കൊരു ജനാധിപത്യം വേണ്ടേ? അപ്പൊ ഇത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വികസനത്തെ പറ്റി വലിയ തോതിൽ വാചാലനായതുകൊണ്ട് മാത്രം ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ഈ ഹൈവേ നേരെ അങ്ങോട്ട് പോയി ആലപ്പുഴ ചെന്നാല് കളർകോട് മുതൽ കൊമ്മാടി വരെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. ആ ബൈപ്പാസിന് തറക്കല്ലിട്ട ആളുടെ പേര് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് അറിയായിരിക്കും. TK ദിവാകരൻ എന്നാണ്. പഴയ ബാബു ദിവാകരന്റെ അച്ഛൻ. പണ്ട് സോമൻ പറഞ്ഞ ഡയലോഗാ ഓർമ്മ വരുന്നത്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ തറക്കല്ലിട്ട കഥയാണ് ഈ പറഞ്ഞത്. TK ദിവാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ തറക്കല്ലിട്ട ഒരു പദ്ധതി. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ എതിർത്തുകൊള്ളൂ. കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. പേര് ഞാൻ പറയാം: ശശി തരൂര്, കൊടിക്കുന്നിൽ സുരേഷ്, AK ആന്റണി, വയലാർ രവി, KV തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, E അഹമ്മദ്, ഒരാളും കൂടിയുണ്ട്, ഞാൻ മറന്നുപോയി, വേണുഗോപാൽ, കറക്റ്റ്. 8 കേന്ദ്രമന്ത്രിമാർ. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേന്ദ്രം കോൺഗ്രസ് ഭരിച്ച ഒരു കാലഘട്ടം മറന്നു പോകരുത്. അതായത് ആ ബൈപ്പാസിന് തറക്കല്ലിട്ടിട്ട് 42 വർഷമെടുത്തു സർ.
ഒന്നും രണ്ടുമല്ല, 42 വർഷം. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. 42 വർഷം ആ കല്ല് അവിടെ കിടന്നിരുന്നു. 8 കേന്ദ്രമന്ത്രിമാർ, 2 മുഖ്യമന്ത്രിമാരുണ്ടായ ജില്ലയാണ്. VS അച്യുതാനന്ദനും AK ആന്റണിയും. ഞാൻ ഈ പറഞ്ഞ 8 കേന്ദ്രമന്ത്രിമാരിൽ 4 പേർ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. വയലാർ രവി അന്നത്തെ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി, AK ആന്റണി അന്നത്തെ പ്രതിരോധ മന്ത്രി, KC വേണുഗോപാൽ അന്നത്തെ ടൂറിസം വ്യോമയാന മന്ത്രി, കൊടിക്കുന്നിൽ സുരേഷ് അന്നത്തെ തൊഴിൽ വകുപ്പ് സഹമന്ത്രി. ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല സർ. 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ് ബൈപ്പാസ് തുറന്നു കൊടുത്തത്. കൂടുതൽ പറയരുത്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? കൊല്ലം ബൈപ്പാസ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് അത് പൂർത്തിയായി. അതെ, കറക്റ്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട്, അല്ല പിന്നെ എങ്ങനെയാ? ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഭരിച്ചോണ്ടാ. നരേന്ദ്രമോദി പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി, നിതിൻ ഗഡ്കരി ഇത്തരം വികസനം കൃത്യമായി നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ടോ? ഒരു മിനിറ്റ് പ്ലീസ്, ഒരു മിനിറ്റ് പ്ലീസ്. മൈക്ക് കൂടെ വാവുണ്ടല്ലേ പറയുന്നത്? സ്വാഭാവികം. UDF കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, മുമ്പേ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കാരെയും പേടിയില്ല. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ സംസാരിച്ചതിന് ഇടയ്ക്ക് നിങ്ങൾ വിഷയം ഉണ്ടാക്കില്ല. അത് മറുപടി തരണം. നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. അതിനൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ വിളമ്പുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ മാസം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ KM ഷാജി ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ പറയുന്നത് എന്തറിയോ? മതമല്ല പ്രശ്നം എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. ആരാ പറയുന്നത്? KM ഷാജി പറയാണ്. KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ്, മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം വാരി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. ഇവിടുത്തെ VD സതീശൻ KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞോ? പറയാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് ചോദിച്ചതിനുകൂടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു പരാമർശം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യന്റെ ജാതിയോ മതമോ നോക്കിയല്ല, ഇന്ത്യക്കാരനാണെന്നുള്ള പൊതുവികാരത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ജാതിക്കോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നായരെന്നോ ഈഴവനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി ഇല്ലെന്നേ. ഭരിക്കുന്നവരാണേലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണേലും ഈ ഹരിപ്പാടിലുള്ള MLA ആണേലും എല്ലാരോടും കൂടി എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഇവർ പറയുന്ന കോടിക്കണക്കിന് വികസനം നടത്തിയെന്ന് പറയുന്നു. ഈ വികസനം നടത്തിയത് നാട്ടുകാർ ഈ അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വികസനം എന്താണെന്ന് അതിൽ നിന്ന് ബോധ്യമായി. എനിക്ക് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ എൻ്റെ കുഞ്ഞൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പരീക്ഷ ടൈമിൽ സ്കൂൾ വൃത്തിയാക്കണം, പെയിന്റ് അടിക്കണം. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറയുന്നു, അമ്മ ഇത്ര രൂപ കൊണ്ടുപോകണം സ്കൂളിലേക്ക്. ഞാൻ ചോദിച്ചു എന്തിനാ? അത് അവിടെ പെയിന്റ് അടിക്കാനോ വൃത്തിയാക്കാനോ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് സാറിനെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് സാറേ ഈ പൈസ എന്ന്? ഗവൺമെന്റ് സ്കൂളിലേക്ക് വൃത്തിയാക്കാനും പെയിന്റ് അടിക്കാനും എന്താണ് പൈസയെന്ന് ചോദിച്ചു. ഈ ചോദിച്ചപ്പോൾ അവൾ സ്കൂളിൽ പ്രിൻസിപ്പൾ പറഞ്ഞു, ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ. ഒരു സ്ത്രീയാ സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് ഒരു സ്ത്രീ സംസാരിക്കുക. പരിഗണന കൊടുക്ക്. ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് പിള്ളേരുടെ കയ്യിൽ നിന്ന് പിരിച്ച് ഞങ്ങൾക്ക് ഇത് വൃത്തിയാക്കാതെ ഇവിടെ പരീക്ഷ നടക്കത്തില്ലെന്ന് പറയും. ഇതിപ്പോ ഞാനൊരു രാഷ്ട്രീയമായ രീതിയിലല്ല ചോദിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ ആയാപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഞങ്ങൾ അങ്ങേ അറ്റത്തുനിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.